ഭക്തജനങ്ങളെ, തിരുവനന്തപുരം ജില്ലയിലെ കരിയം ദേവി ക്ഷേത്രത്തിലെ മീനഭരണി ഉത്സവത്തോടനുബന്ധിച്ച് ഇന്ന് 3-ാം ദിവസമാണ്. തൃക്കല്യാണത്തോടനുബന്ധിച്ച് മാലപ്പുറം പാട്ടിന്റെ ഐതിഹ്യം ദേവിയെ വടക്കും കൊല്ലത്തുണ്ണി പാലകൻ വിവാഹം കഴിക്കുന്ന ഭാഗമാണ്. അതിൽ ദേവി കതിർമണ്ഡപത്തിൽ ഇരുന്ന് പാലകൻ മാല എടുക്കുമ്പോൾ ഒരു 3-4 പ്രാവശ്യം എടുക്കുമ്പോൾ ദേവിയെ കാണുന്നില്ല. പല സ്ഥലങ്ങളിലും പോയി ഒളിക്കുന്നു. വായു പോയി കണ്ടുപിടിച്ച് കൊണ്ടുവരുന്നു. അവസാനം 5-ാമത്തെ മാല എറിയുമ്പോൾ ഈ മാല നേരെ കൈലാസപുരത്ത് പോവുകയാണ്. പരമശിവന്റെ അടുത്ത് ചെല്ലുന്നു. പരമശിവൻ മകളുടെ കല്യാണമാണെന്ന് ഓർക്കുകയും ഈ മാല എടുക്കുകയും പരമശിവൻ തന്നെ വേറെ യോഗമിന്നോട് ഏകമിന്ന് എന്ന് പറയുന്ന ഒരു മിന്നും കൂടെ നിർമ്മിച്ച് 2 മാലയും കൂടി മഹാവിഷ്ണുവിന്റെ കയ്യിൽ കൊടുത്തിട്ട് തെക്കും കൊല്ലത്ത് കൊണ്ടുപോയി കല്യാണം നടത്താൻ പറയുന്നു. അതിൻ്റെ ഇതനുസരിച്ചിട്ടാണ് ഇന്നിവിടെ ഈ മാലഘോഷ അതിൻ്റെ പാട്ടിൻ്റെ കൈലാസപുരത്തു നിന്ന് മാല വരുന്നതിൻ്റെ ഒരു ഇതനുസരിച്ചിട്ട് ഇന്നിപ്പം ഇളംകുളം മഹാദേവ ക്ഷേത്രത്തിൽ നിന്നാണ് ഇവിടുത്തെ മാല ഘോഷയാത്ര വരുന്നത്. മഹാദേവ ക്ഷേത്രത്തിൽ നിന്ന് മാല ഘോഷയാത്രയായി ചക്കാലമുക്ക് കരിയം വഴി നമ്മുടെ ക്ഷേത്രത്തിൽ എത്തുകയും മാലപ്പുറം പാടി മാല വയ്ക്കുന്ന സമയമാകുമ്പോൾ നമ്മുടെ തിരുമേനി മാല ദേവിക്ക് ചാർത്തുകയുമാണ് ചെയ്യുന്നത്. അതാണ് ഇന്നത്തെ മാലപ്പുറത്തിൻ്റെ ചടങ്ങെന്ന് പറയുന്നത്.